കാണിച്ചു തരണോ വണ്ടികളുടെ പ്രതീസ. ഇതാണ് ബാംഗ്ലൂരുള്ള ഒരു മില്ല് കേട്ടോ. പണ്ട് മില്ലെന്ന് പറയാ, KR മിൽസ് എന്തോ പറയും. അവിടുത്തെ പാർക്കിംഗ് യാർഡാണിത്. ഇത് ഈ ഭാഗത്ത് സുരാജിൻ്റെ വണ്ടികളൊക്കെ കിടക്കണം കേട്ടോ. കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് സുരാജിൻ്റെ. ഇത് വോൾവോ V11R നമ്മുടെ വണ്ടി. പിന്നെ MSSൻ്റെ മേഴ്സിഡസ് ബെൻസ്. അപ്പോൾ ഈ സെക്ഷനിലാണ് അത് കല്ലട. അവിടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെയുണ്ട് കുറേ കല്ലടകൾ. കണ്ടാ വണ്ടികളുടെ പ്രതീസാന്ന് വേണമെങ്കിൽ പറയാം. നൈറ്റ് സർവീസ് ഓമിനി വണ്ടികളുടെ എത്ര വണ്ടികളാണ് നോക്കിയേ. അവിടെ നോക്കുകയാണെങ്കിൽ രാജേഷിൻ്റെ വണ്ടികളാണ് ആ ഭാഗത്ത്. 1 2 3 4 5 6 7 8 എണ്ണാൻ പറ്റില്ല, അത്രമാത്രം വണ്ടികളുണ്ട് രാജേഷിൻ്റെ. പല മോഡൽ വണ്ടികൾ. കല്ലട വണ്ടിയൊക്കെ കിടക്കണം. കുറേ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ റോയലിൻ്റെ വണ്ടികൾ കാണാം. ഇതൊക്കെ റോയലിൻ്റെ വണ്ടികളാണ്. എന്താ റോയൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയും. ഇനി ഈ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഇനി വണ്ടികൾ വരാനുണ്ട്. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുള്ളൂ. റോയൽസ് എന്താ റോയൽസ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടെ രാജേഷ് കല്ലട. ഇനി ഞാൻ ഇപ്പുറത്തേക്ക് കാട്ടിത്തരാം കേട്ടോ. ഞാൻ ഒരു ഉള്ളിക്കൊന്നും പോകണില്ല. അവിടെ കുറേ ഉണ്ട് വണ്ടികൾ, ഒരുപാട് കിടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് കുറേ അങ്ങോട്ട് ഇനി ആ ഭാഗത്ത് കൂടി കാട്ടിത്തരാണ്ടേ. അപ്പോൾ ഈ സെക്ഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ വണ്ടികൾ കിടക്കണേ. ഇനി ഇങ്ങോട്ട് ഒന്ന് നടന്ന ഇത് കല്ലട വണ്ടി. ഇവിടെ വന്ന ഈ ഒരു ഏരിയയിൽ കിടക്കുന്ന വണ്ടികളുണ്ട മുരഹരുടെ വണ്ടികളാണ് ഈ ഭാഗത്ത്. പിന്നെ ജബ്ബാറിൻ്റെ വണ്ടി നാശമായിട്ടും കിടക്കുന്നുണ്ട്. ഇത് ആ കിടക്കുന്ന മുരഹരയാണ്. ഇത് ജബ്ബാർ വണ്ടി ഇങ്ങനെ കഴുകുകയാണ് എല്ലാവരും. ജബ്ബാറിൻ്റെ വണ്ടികൾ ആ സെക്ഷനിലൊക്കെ ഇങ്ങനെ ജബ്ബാറിൻ്റെ വണ്ടികളാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാത്തതായിട്ട് ഒരുപാട് വണ്ടികളെ രണ്ട് സൈഡിൽ. ഇത് ഓറഞ്ച് ട്രാവൽസ് V11R ഷിഫ്റ്റ് വോൾവോ ആണ്. സെറ്റപ്പ് വണ്ടിയാണ്. നമ്മുടെ സുരാജ് പോലത്തെ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. A1. പിന്നെ ഇവിടെയും കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ സായി റോഡ് ലിങ്ക്സ് സ്കാനിയാണ് അവരുടെ വണ്ടി. ഇപ്പുറത്ത് വരികയാണെങ്കിൽ യാത്ര ലോജിസ്റ്റിക്സ്. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ യാത്രയ്ക്ക്. ഒരു 10-12 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ വണ്ടിയും കിടക്കുന്നുണ്ട്. അതാണ് ആലിയയുടെ അവിടേക്ക് പോവാം. ഇത് നമ്മുടെ സായി റോഡ് ലിങ്ക്സ് സ്കാനിയ വണ്ടി കേട്ടോ. നല്ല വണ്ടിയാണ്. സായിബാബയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഉള്ളിൽ. നല്ല വണ്ടി. ഇതാണ് നമ്മുടെ യാത്ര ട്രാവൽസ്. യാത്ര എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരാളുടെ അല്ല യാത്ര, പല ആൾക്കാരുടെ കൂടിയാണ് യാത്ര എന്നൊക്കെ കേട്ടു. അറിയില്ല. ഇതാണ് നമ്മുടെ വണ്ടി. ഈ MSSും ആലിയായിട്ട് തമ്മിൽ ബന്ധമുണ്ട്. MSSൻ്റെ വണ്ടിയാണ് ആലി എടുത്തിട്ടുണ്ടായിരുന്നത്. MSS സാറൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ള ആളാണല്ലോ, ബാലാജി സാറ്. നമ്മളവരുടെ വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എന്ത് വണ്ടിയാണെന്ന് വെച്ചാൽ ഭാരത് ബെൻസ് ഗ്ലൈഡേഴ്സാണ്. ഗ്ലൈഡർ എന്ന് പറഞ്ഞാലേ സീറ്ററാണ്. അപ്പോൾ മുരഹരുടെ വണ്ടിയൊക്കെ സീറ്റർ വണ്ടിയാണ്. നമ്മളൊരു ഗ്ലൈഡർ സീറ്റർ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് സീറ്ററാണ് നമ്മൾ ഗ്ലൈഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പർ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ആലിയയുടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണ്ട, ഇത് ഒക്കെ ഗ്ലൈഡേഴ്സാണ്. ഇതൊക്കെ സ്ലീപ്പർ കോച്ചാണ്. MSSൻ്റെ വണ്ടിയാണ്. ഇത് VKയുടെ ഗ്ലൈഡേഴ്സാണ്. ഇതിലിപ്പോൾ അശോക് ലേൻ്റെ ലീറാസ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമ്മുടെ കേരള ലൈൻസിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ലീറാസ്. ഇത് നമ്മുടെ വണ്ടി ആലിയ. ഇത് ഭാരത് ബെൻസ് കെപ്പല്ല. തൊട്ടപ്പുറത്ത് ആലിയ തന്നെ ആലി എക്സ്പ്രസ് ലൈൻസ് ഭാരത് ബെൻസ് ഗ്ലൈഡേഴ്സ്. ഇത് സ്ലീപ്പറാണ്. അപ്പോൾ രണ്ട് വണ്ടി ഒരുമിച്ച് ഗ്ലൈഡേഴ്സും കപ്പലിങ് കിടക്കുന്നുണ്ടോ. 2 വണ്ടിയുണ്ട് ആലിയയുടെ ഇവിടെ. ഇനി 2 വണ്ടി ഇറങ്ങാണ്ട് കേട്ടോ ബാംഗ്ലൂർ റൂട്ടിൽ തന്നെ. ഇവിടേക്ക് വരികയാണെങ്കിൽ
യാത്രയുടെ വണ്ടികളാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. മൊത്തം യാത്രയാണ്. യാത്ര എന്താ എത്ര യാത്രകളാണ്. പിന്നെ ഇത് ചില വണ്ടികൾ ഓടാതെയും കിടക്കുന്ന വണ്ടി കേട്ടോ. അതൊക്കെ ഓടാത്ത വണ്ടികളാണ്. ഉള്ളു കൂടെ ജസ്റ്റ് ഇങ്ങനെ നടക്കാം. ഞാൻ വേറൊരു കാര്യം, സങ്കടത്തിൻ്റെ കാര്യം കാണിച്ചു കേട്ടോ. ഒരു കല്ലട ഒരു വണ്ടി കിടക്കണം നോക്കി. ഇത് ഓടാതെ നശിച്ച് കിടക്കണ പോലെയുണ്ട്, കണ്ടില്ലേ? ഇത് ലോക്ക്ഡൗൺ സമയത്ത് ആകെ നാശമായതാണ് ഈ പരിപാടിയൊക്കെ. ഭയങ്കര വിഷമമാട്ടോ ഇങ്ങനെ കാണുമ്പോൾ. കല്ലടയൊക്കെ വീണ്ടും റീസ്റ്റാർട്ടായി തുടങ്ങി. എല്ലാ വണ്ടികളും ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയും അവിടെ തന്നെ സെറ്റ് ആക്കുകയായിരിക്കും. പക്ഷെ ഇതൊക്കെ ആകെ നശിച്ചു തുടങ്ങി. ഈ ഭാഗമൊക്കെ സൈഡിലൊക്കെ കണ്ട എൻ്റെ ബോഡിയൊക്കെ കുറേ നശിച്ചു തുടങ്ങി. അപ്പോൾ ഞാനത് കൂടുതൽ കാണിക്കുന്നില്ല, വിഷമമല്ല അതൊക്കെ കാണിക്കുമ്പോൾ. പിന്നെ ഇതൊന്നും ഓടാത്ത വണ്ടികളാട്ടോ. അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ ഇങ്ങനെ വേസ്റ്റിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വിഷമം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഒന്നും ഓടണില്ല ഈ വണ്ടികളൊന്നും. ഇതൊക്കെ ആകെ കുത്തി തുറന്ന് കിടക്കണ പോലെയുണ്ട്. ഇതൊക്കെ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ഒരു 4-5 ലക്ഷം രൂപ മിനിമം അങ്ങനത്തെ വണ്ടികൾക്ക് ചിലവാക്കേണ്ടി വരും ഓടിക്കണമെങ്കിൽ. ഇത് കല്ലടയാണ് കേട്ടോ. ആ കല്ലട ഈ റണ്ണ് ചെയ്യാതെ ആകെ നശിച്ച് കിടക്കുക. നോക്കി കണ്ടോ, റൺ ചെയ്യണില്ല, കണ്ടോ, റൺ ചെയ്യണില്ല കല്ലട. പച്ച നല്ല വണ്ടിയൊക്കെ നല്ലതിൻ്റെ കേട്ടോ. അതൊക്കെ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലൈലൻ്റാണിത്. പക്ഷേ എന്താ ചിലപ്പോൾ ടാക്സ് ഒന്നൊക്കെ അടയ്ക്കാണ്ടാവേ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വണ്ടി ഇറക്കണമെങ്കിൽ 5-6 ലക്ഷം രൂപ മിനിമം വേണം. അതുകൊണ്ടാണ് ഇതൊന്നും ഇറക്കാത്തത്. ഇത് ശ്രീ വിനായക ട്രാവൽസ്. ഇത് വോൾവോ വണ്ടിയാണ്. ഇത് വിനായക ട്രാവൽസ് തന്നെ. വണ്ടി അവിടെ കഴുകുകയാണ് ചേട്ടനെ. വണ്ടി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ശരിക്കും ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണിത്. ക്ലീൻ ചെയ്യണ ആൾക്കാർ ഉണ്ട് കേട്ടോ, ഒരു കുറേ ആൾക്കാർ. ഇതൊക്കെ യാത്രയുടെ വണ്ടികൾ അറ്റം വരെ കിടക്കുന്നുണ്ട്. കുറേ പേര് ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് അത് ക്ലീൻ ചെയ്യണേ. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവർ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വൈകുന്നേരത്ത് ആൾക്കാർക്ക് സെറ്റാക്കി കൊടുക്കണേ. അപ്പോൾ ആ ബുദ്ധിമുട്ട് ആരും കാണില്ല. നമ്മൾ ചളിയൊക്കെ ചവിട്ടി കൂട്ടി പെട്ടെന്ന് നാശാക്കും. ഈ വണ്ടിയുടെ വലിപ്പം കണ്ട 14.5 മീറ്റർ ലെങ്ത്ത് വണ്ടിയുള്ള സ്കാനിയത്. സ്കാൻ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അകലേന്ന് നോക്കുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവണേ. എന്താ നീളം അല്ലേ? ഓടിക്കുമ്പോൾ മനുഷ്യനെ മൂപ്പര് സൂപ്പറാട്ടോ. ഓടിക്കുമ്പോൾ അറിയില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ പോവും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം. ഇതിനെ ഈ ബാക്ക് വീലിൻ്റെ ഈ ആക്സിലുണ്ടല്ലോ, ഈ ആക്സിൽ നേരെ പോവുക. അതായത് നമ്മൾ ഒരു വളവൊക്കെ തിരിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒടിഞ്ഞ് കിട്ടും ഈ വണ്ടി ഇങ്ങനത്തെ കണ്ട. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാലേ വളവ് തിരിയുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ അതുപോലെ സ്ട്രീറ്റ് റോഡ് പോകുമ്പോൾ ലൈനിൻ്റെ ഓടിക്കണ പോലെ ഓടിച്ചാലേ ചിലപ്പോൾ ബാക്ക് പോയിട്ട് വല്ല നമ്മൾ ഫ്രണ്ട് കൊണ്ട് സ്റ്റിയറിംഗ് ഓടിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയാം, ബാക്ക് വീല് തിരിയും. അപ്പോൾ അപകടം പറ്റും. പള്ളയൊക്കെ പോയിട്ട് വേറെ വണ്ടിയുടെ മുകളിൽ ഇടിക്കും. അപ്പോൾ അത് ലൈനിൻ്റെ ഓടിച്ചവർക്ക് ഇത് അങ്ങനെ പെട്ടെന്ന് ഓടിക്കാനൊന്നും പറ്റില്ല. ഇത് കുറേ ശ്രദ്ധിക്കേണ്ട വണ്ടിയാണ്. പക്ഷേ അടിപൊളി വണ്ടിയാണ്, നല്ല രസമാണ് ഈ വണ്ടിയൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ വണ്ടി. എന്തായാലും ജയ്സായി റോഡ് ലിങ്ക്സ്. ആള് ചോദിക്കായിരുന്നു അത് എന്താ സംഭവം എന്നേ. അങ്ങനെ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ യാത്രയുടെ വണ്ടികൾ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികളാണ് ഈ ഒരു യാർഡിൽ കിടക്കണം. യാർഡല്ല, പാർക്കിംഗ് യാർഡ് തന്നെ പറയാം. പാർക്കിംഗ് യാർഡാണല്ലോ. അപ്പുറത്ത് ജസ്റ്റ് ഇന്ന് അപ്പുറത്ത് കൂടി കാട്ടിത്തരാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കണോണ്ട ഒരു പാർക്കിംഗ് യാർഡിലെ വിശേഷങ്ങളൊക്കെയാണ്. ഇവിടെ ലോറിയും കിടക്കുന്നുണ്ട് കേട്ടോ. നാഷണൽ ലോറി കിടക്കണൊക്കെയാണ്. വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ അവിടെ എന്താവും 2, 3, 4, 5, 6, 12 വീല് വണ്ടി. യാത്ര 1, 2, 3, 6 യാത്ര 9 എണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ. കുറേ വണ്ടികളുണ്ട് യാത്രയ്ക്ക്. കെപ്പലല്ല വേഗ പ്രകാശിൻ്റെ വേഗ ഡിസൈനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ റോട്ടിൽ കൂടെ അങ്ങനെ പോണത് നമ്മൾ കണ്ടേക്കണത്. A1 ആണെങ്കിലും ഇങ്ങനത്തെ വണ്ടിയാണെങ്കിലും ഒക്കെ അല്ലേ. അപ്പോൾ അവിടെ കഴുകിക്കൊണ്ടിരിക്കേണ്ടതല്ല. യൂട്യൂബ് സെൻറ്ററിൽ കൂടെ പോകാൻ പറയാനേ. വന്ന് പോവാം. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ അല്ലേ ഇങ്ങനെ ഫോണ് കണ്ടിട്ടുള്ളത് നമ്മൾ.
അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി കാണണമെന്നുണ്ടോ. സ്ത്രീകൾക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്യാബിൻ റൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർ അങ്ങനെ പറയില്ല മാത്രം. അതുപോലെ തന്നെ ഈ വണ്ടികളൊക്കെ ഇതുപോലെ കിടക്കുന്ന പാർക്കിംഗ് യാർഡിൽ പോയി കാണണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണേ കേട്ടോ. യാത്രയാണ് ഈ 2 സൈഡിലും. ഞാൻ എണ്ണം വേണമെങ്കിൽ പറയാം. 1 2 3 4 4 ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് യാത്ര. ഇനി എല്ലാം സ്ലീപ്പർ വണ്ടികൾ തന്നെയാണ്. ഇപ്പം സ്ലീപ്പറാണല്ലോ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ്. 4 പിന്നെ 4 ഇതും യാത്ര തന്നെയാണ്. 5 6 പിന്നെ നമ്മൾ നേരത്തെ അധികം തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. 7 8 അപ്പോൾ 8 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് യാത്രയുടെ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിൽ 8 അപ്പുറത്തെ സൈഡിലുണ്ടാവും. അപ്പുറത്തെ സൈഡ് പറഞ്ഞാൽ കേരളത്തിലുണ്ടാവും. അപ്പോൾ 8 16 വണ്ടി യാത്രയുടെ തന്നെ ഉണ്ട്. എല്ലാം നാഗാലാൻഡ് രജിസ്ട്രേഷനൊക്കെയാണ്. എല്ലാം എൻ്റെ എല്ലാമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാം. വണ്ടികൾ ഇഷ്ടം പോലെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കണ ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ ഒരു യാർഡിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പറയുകയാണ്. ഇങ്ങനെ ഈ നേരത്ത് വന്നാലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ രാവിലെ. അപ്പോൾ ഇനിയും വരാൻ കേട്ടോ വണ്ടികൾ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ നടന്നു പോണ ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഫുള്ളാവും വണ്ടികളും ഉണ്ട്, നിറയും. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ഞാൻ അങ്ങനെ കിടക്കണത് കാണിക്കാമെന്ന് വെച്ചു. RK ടൂർസ് ആൻഡ് ട്രാവൽസ്. നമ്മളധികം നടന്നിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ബാലാജി നല്ല വണ്ടിയാണ്. ബാലാജിക്കും ഉണ്ട് ഇതുപോലെ ലീറാസ്. ഓറഞ്ച് നല്ല അടിപൊളി വണ്ടിയാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാർഡിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒന്നും കുറേ പോയിട്ടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്. ബാലാജിയുടെ വേറെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ജബ്ബാറിൻ്റെ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജബ്ബാറിൻ്റെ വണ്ടികളാണ്. അതാണ് പുറത്തേക്ക് പോണ വഴി. അതിങ്ങനെ നമ്മളിങ്ങോട്ട് വന്നേ. അപ്പോൾ ഏവണ്ട വണ്ടികളും കുറേ കിടക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചങ്ങനെ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.